നമസ്കാരം, കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ബാക്കിൽ തന്നെ കിടക്കുന്ന ഈ ഒരു സെന്നാണ്. അപ്പോൾ സെന്നിൻ്റെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല വൃത്തിയിൽ തന്നെ ഉപയോഗിച്ച വാഹനമാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പക്ക കണ്ടീഷനാണ് വേണ്ടി കേട്ടോ. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നോക്കാം, അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് പറയാനുള്ളത്. 2005 ഇതിൻ്റെ മോഡൽ വന്നൊക്കെ 2025 വരെ വാലിഡ് പേപ്പറുള്ള വാഹനം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ എടുത്ത് പറയേണ്ട സീറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ അലോയ്സൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് ഇല്ലാത്ത അലോയ്സാണ് ഈ വാഹനത്തിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ തന്നെ നമുക്ക് ഈ വാഹനം ഫുള്ളൊന്ന് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ വരെ കണ്ടേക്കാം. അതിനുശേഷം റേറ്റ് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കാണാം, ഒരു കലക്കൻ സെന്നാണ്. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്ന സെൻ. ഇപ്പോൾ കണ്ടോ, വാഹനത്തിൻ്റെ ലുക്കാൻ ശ്രദ്ധിക്കാം, നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്ന സെന്നാണ്. ഇത് ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 2005 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 2005 മോഡൽ. അതുകൂടാതെ തന്നെ 25 വരെ പേപ്പറുള്ള വാലിഡ് പേപ്പറുള്ള വാഹനമാണ്. പിന്നെ വാഹനം നോക്കാം, അതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് വെക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ സെന്നിൻ്റെ VXI എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. VXI ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പവർ വിൻഡോസും അതേപോലെ പവർ സ്റ്റീറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇൻറ്റീരിയേഴ്സിലുണ്ട്. അത് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ കുറച്ച് കാണിക്കാനുണ്ട് ഈ വാഹനം. ഇതിൻ്റെ ടയർ കണ്ടീഷനും അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലൊക്കെ ഒന്ന് പോയേക്കാം. എഡ്ജസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് തന്നെ സൈഡിലേക്ക് വരാം, വീലാർസിലേക്ക് പോകാം. വീലാർസ് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കണം. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. നല്ല മനോഹരമായിട്ടുള്ള അലോയ്സാണ്, അതും കൂടെ കാണാം കേട്ടോ. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചും കൂടെ കിട്ടുന്നില്ല. ടയറിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രോഡായിട്ട് നിൽക്കുന്ന ടയേഴ്സാണ്. ഇത് 185/50 14 ഇഞ്ചാണ് കിടക്കുന്നത്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ ഒരു ഡെൻറ്റോ സ്ക്രാച്ചൊന്നും കിട്ടുന്നില്ല കേട്ടോ, നീറ്റായിട്ടിരിക്കുന്നു. ലാംപ്സ് നോക്കാം. ലാംപ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ബമ്പേഴ്സിലേക്ക് പോകാം. ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സും കൂടെ കാണാം. ഇവിടെ ലാമ്പായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കിക്കാം കേട്ടോ, നല്ല പക്ക ക്വാളിറ്റി ഇരിക്കുന്ന വീലാർസും കൂടെ കാണാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് രണ്ട് സൈഡിലേക്ക് വരാം. ഈ രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസാണ്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ലോവർ പോർഷനിലേക്ക് പോകാം. ഇവിടെ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കാണാം. സൈഡിലേക്ക് വരാം. സൈഡ് നല്ല പക്ക ക്വാളിറ്റിയിൽ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് കാണാം. ഇവിടെ സൺബ്ലൈൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബൂട്ട് നോക്കാം. ബൂട്ടിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബൂട്ട്. ബമ്പേഴ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ഡോർസ് വീണ്ടും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റൊന്നുമില്ല. ടയേഴ്സിലേക്ക് വരാം. ഇവിടെയും ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പവർ വിൻഡോസുകൾ കാണാം. അതേപോലെ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇൻറ്റീരിയേഴ്സൊക്കെ പക്ക നീറ്റാണത് കേട്ടോ. പൊടിക്കോ അഴുക്കോ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗാണ് വന്നേക്കുന്നത്. കിലോമീറ്റർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എത്രയാണ്, 62,460 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ മീറ്ററിൽ കാണിക്കുന്നത് കേട്ടോ. ഗിയർ നോബ് നോക്കാം. ഗിയർ നോബൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഗിയർ നോബാണത്. ഫ്ലോർ നോക്കാം. ഫ്ലോർ ആ ഒരു സ്റ്റോക്ക് വരുന്ന ക്ലോത്തും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സീറ്റ്സ് വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ ഗിയറുള്ള കാര്യങ്ങളൊന്നുമില്ല. റിയർ ഭാഗത്ത് സീറ്റ് നോക്കാം. ഇവിടെയും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫായാലും നമ്മളൊരു പഴമ വണ്ടി കാണുന്നതിൻ്റെ ആ ഫീലൊന്നും നമുക്കിവിടെ ഇല്ല. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ കാണിക്കാനുള്ള AC ഒക്കെ വർക്കിംഗ് ആണ്. അതൊക്കെ എടുത്ത് പറയാം. AC വെൻറ്റും കാര്യങ്ങളും AC എല്ലാം പക്ക വർക്കിംഗ് തന്നെയാണ്. നമുക്ക് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഡോർ പാഡ്സൊക്കെ കാണാം. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. നല്ല പക്ക കണ്ടീഷനിലേക്ക് ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റായാലും നല്ല നീറ്റായിരിക്കും സീറ്റ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഭാഗത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻജിൻ ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെൻ VXIൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഇവിടെ നോക്കാം. എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് തന്നെ ഞാൻ സ്ലോയിൽ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഇവിടെ നോക്കാം കേട്ടോ. പേസ്റ്റിങ് നോക്കാം. എഡ്ജസ് ഒക്കെ നോക്കാം.
ഫ്രണ്ട് നോക്കാം. ഇവിടെയും എഡ്ജസ് നോക്കാം. നമുക്ക് ലിഡൊന്ന് നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. പിന്നെ കാർബറേറ്ററാണ്, അതിന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ബൂട്ടൊന്ന് അപ്പ് ചെയ്യണം. ബൂട്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സ്റ്റോക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, നല്ല സൗണ്ട് സിസ്റ്റമാണ് വണ്ടിയുടെ. ഓക്കെ, പിന്നെ കുറച്ച് സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്ത് മാറ്റണം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡ് നോക്കിയേക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, ലോവർ പോർഷൻ നോക്കാം. സ്പെയർ വീലിൻ്റെ ഡൗണിലുണ്ട്, പക്ഷേ സ്പെയർ വീൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ക്ഷമിക്കാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് റേറ്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. സെൻ VXi ആണ് അവിടെ എടുത്ത് പറയുന്നത്. സെൻ VXi വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ടെങ്കിൽ 2005 2025 ഒരു വാലിഡ് പേപ്പർ, പുത്തൻ ഇൻഷുറൻസ് വന്നേക്കുന്ന വാഹനമാണ്. ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ 3rd ഓണറാണ് ഈ വാഹനം വന്നേക്കണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ഞാൻ കാണിച്ചു തരും. പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് വാഹനത്തിനൊപ്പം. പിന്നെ ടയർ നോക്കാം. അലോയ്സും കാര്യങ്ങളൊക്കെ 14 ഇഞ്ച് അലോയ്സ്. അതുകൂടാതെ 185/60 പ്രൊഫൈലിൽ വന്നേക്കണം ടയേഴ്സാണ് കിടക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എടുത്തു പറഞ്ഞത്. പിന്നെ ബോഡി ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കണം. ഒരു പൊടിക്കോലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് ഡെയിലി വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനലും പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും അതേപോലെ തന്നെ ഇതിൻ്റെ പേപ്പർ വാലിഡിറ്റിയൊക്കെ വെച്ചിട്ട് അലോയ്സും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് 1.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 1.50 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ തന്നെ കൊടുത്തേക്കാം. എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കോൾ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ ശ്രമിക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇങ്ങനത്തെ സെന്നും ഒട്ടനവധി വാഹനങ്ങൾ, ഇങ്ങനത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.